നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, 2025 പരീക്ഷ 2025 നടക്കാനിരിക്കുന്ന ഒരു കൂട്ടം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സാണ്. ഓൾറെഡി നമ്മൾ 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സും മുമ്പിലത്തെ ക്ലാസ്സും നിർബന്ധമായി നിങ്ങൾ കാണണം. മുമ്പിലത്തെ ക്ലാസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ കറണ്ട് അഫയേഴ്സ് ഒന്നും നിങ്ങൾ എഴുതിയെടുക്കണ്ട, വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ഞാൻ ആവർത്തിച്ച് ഇത് പറയും. അപ്പോൾ അത് തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് ആയിക്കോളും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ നോട്ടൊന്നും എഴുതണ്ട. നമ്മുടെ ടെലഗ്രാമിൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്കും കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് തരും. നിങ്ങളത് പഠിക്കുന്നു. പിറ്റേ ദിവസം ടെലഗ്രാമിൽ ഒരു എക്സാം ഉണ്ട്, അത് എഴുതുന്നു, നിങ്ങളവിടെ കമൻറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ നമുക്ക് PSC പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് ടെലഗ്രാമുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്ന പോയിന്റ്, HIV എന്ന് കേട്ടിട്ടുണ്ടോ? എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണക്കാരനായ വൈറസാണ് HIV. ഈ HIV എന്ന് പറയുന്ന രോഗാണുവാണ് എയ്ഡ്സിന് കാരണം എന്ന് കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടൈനർ എന്ന് പറയുന്ന ഒരാളാണ്. ഈ HIV തടയാനുള്ള കുത്തിവയ്പ്പിൻ്റെ പേരെന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം. HIV തടയാനുള്ള ഒരു കുത്തിവയ്പ്പുണ്ട്, അതിൻ്റെ പേരാണ് ലെനാകാപ്പവീർ എന്ന്. എന്താ ലെനാകാപ്പവീർ? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. അതാണ് ഏതിന് കാരണം? എയ്ഡ്സിന് കാരണം. എയ്ഡ്സിന് കാരണമാകുന്ന ഈ ഒരു HIV തടയാനുള്ള കുത്തിവയ്പ്പ് മരുന്നിൻ്റെ പേരാണ് ലെനാകാപ്പവീർ. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1-ാം തീയതിയാണ്. ഇനി ന്യൂ കാസിൽ എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രസീൽ. ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ബ്രസീലാണ്. എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പേരാണ് കോങ്കോ എന്നാണ്. അപ്പോൾ HIV തടയാനുള്ള പ്രതിരോധ അല്ലെങ്കിൽ കുത്തിവയ്പ്പ് മരുന്നിൻ്റെ പേരാണ് ലെനാകാപ്പവീർ. ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ബ്രസീൽ. ബ്രസീൽ ഒരു അത്യാവശ്യം വലിയ രാജ്യമാണ്, നമുക്കറിയാം. അടുത്തിടെ എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കോങ്കോയാണ്. ഇനി ഔറ പൗഷ്യ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. വൈറസിന്റെ പേരെന്താ? ഔറ പൗഷ്യ. ഈ ഒരു വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യത്തെ രാജ്യം ഏതെന്നറിയാമോ? അതും ബ്രസീൽ തന്നെയാണ്. അപ്പോൾ ഔറ പൗഷ്യ എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യത്തെ രാജ്യത്തിന്റെ പേര് ബ്രസീൽ എന്നാണ്. 2024 ഓഗസ്റ്റിൽ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നമ്മൾ വിചാരിച്ചോണം ഈ ലോകത്ത് നിന്ന് അത് മൺമറയാൻ പോകുന്നു. ഇനി ലോകത്ത് ഒരിക്കലും തിരിച്ചു വരില്ല. ആരെ പോലെ? ഡിനോസറുകളെ പോലെ. പല ഈ ജീവജാലങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പോയി. അതുപോലെ തന്നെ ഒരു താറാവിനത്തിൽപ്പെട്ട ഒരു പക്ഷി ഉണ്ടായിരുന്നല്ലോ, ഡോഡോ പക്ഷികൾ, അതെല്ലാം പോയി. അതുപോലെ 2024 ഓഗസ്റ്റിൽ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏതാണ്? നീലക്കുറിഞ്ഞി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മൂന്നാർ നീലക്കുറിഞ്ഞി. 2024 ഓഗസ്റ്റിൽ IUCN റെഡ് ലിസ്റ്റിലാണ് ഇപ്പോൾ ആരുള്ളത്? ഇന്ത്യയുടെ സസ്യ ഇനമായ നീലക്കുറിഞ്ഞി ഉള്ളത്. ഉടൻ ഇവിടെ നിന്ന് പോകും. അപകടകാരികളായ എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായി ചുവന്ന കരടികളെയെല്ലാം കൊന്നൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയ രാജ്യം ഏതാണ്? അല്ലെങ്കിൽ നിയമമായി അനുവദിക്കപ്പെട്ട രാജ്യം ഏതാണ്? സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം. അപകടകാരികളായ മുഴുവൻ വന്യജീവികളെയും മൃഗങ്ങളെയും കൊല്ലാൻ, അതിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി വന്യജീവി ചെങ്കരടികളെ എല്ലാം കൊല്ലാനുള്ള അനുമതി നൽകിയ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ ഔറോ പൗഷ്യ എന്ന് പറയുന്ന വൈറസ് ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാ? ബ്രസീലാണ്. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സസ്യം ഇനം ഏതാ? 2024 ഓഗസ്റ്റിൽ നീലക്കുറിഞ്ഞിയാണ്. അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ചെങ്കരടികളെ കൊന്നൊടുക്കാനുള്ള അനുമതി നൽകിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 2024 സെപ്റ്റംബറിൽ ചന്ദ്രയാൻ 1 പേരെന്താ? ചന്ദ്രയാൻ 1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇറാൻ. 2024 സെപ്റ്റംബർ മാസം
ചമ്രാൻ-1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇറാനാണ്. ഇനി 2024 സെപ്റ്റംബറിൽ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യം ഏതാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. 2024 സെപ്റ്റംബറിൽ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യം ഏതാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാനാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രമുഖമായ ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ എന്ന് പറയും. ഈ സെർവിക്കൽ ക്യാൻസർ നേരിടുന്നതിന് വേണ്ടി ക്വാഡ് എന്ന് പറഞ്ഞ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിൽ നമ്മുടെ രാജ്യമുണ്ട്, ഇന്ത്യയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, അമേരിക്കയുണ്ട്, ജപ്പാനുണ്ട്. ഈ ക്വാഡ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ആവിഷ്കരിച്ച സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് ഔട്ട് എന്നാണ്. ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിനുള്ള ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനമാണ് ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ അത്രയും പഠിക്കണം. 2024 സെപ്റ്റംബറിൽ ചമ്രാൻ-1 എന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇറാനാണ്. 2024 സെപ്റ്റംബറിൽ വാക്സിനേഷൻ നിർത്തിവെച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഗർഭാശയ ക്യാൻസർ നേരിടുന്നതിന് വേണ്ടി ക്വാഡ് ആവിഷ്കരിച്ച സംവിധാനമാണ് ക്വാഡ് ക്യാൻസർ മൂൺ ഷോട്ട് എന്നാണ്. ഓക്കെ, ഇനി കുഷ്ഠരോഗം ലോകത്തിലെ ഏറ്റവും പഴയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ്. ലോകത്തിലെ ഏറ്റവും പഴയ രോഗമാണ് കുഷ്ഠരോഗം. അത് ഇല്ലാതാക്കാൻ, അത് നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യമെന്ന് ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ച രാജ്യമാണ് ജോർദാൻ. അപ്പോൾ കുഷ്ഠരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്തു എന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്നു. ഏത് രാജ്യത്തു നിന്നാണ് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്തത്? ഉത്തരം ജോർദാൻ എന്ന രാജ്യത്തിൽ നിന്നാണ്. 2024 വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്താണ്? 2024 വേൾഡ് ഹാർട്ട് ഡേയുടെ തീമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. 2024 ഹാർട്ട് ഡേയുടെ പ്രമേയം അങ്ങനെയാണ്. അപ്പോൾ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ജോർദാനാണ്. 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. ശ്രദ്ധിക്കൂ, ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യമാണ് സ്വീഡൻ. എന്താ പറഞ്ഞത്? അപ്പോൾ ISROയുടെ വീനസ് ഓർബിറ്റർ മിഷൻ, വീനസ് എന്താണ് നമുക്കറിയാം, ശുക്രനാണ്. വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേർന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ എന്ന് പറയുന്ന രാജ്യമാണ്. വീനസ് ഓർബിറ്റർ മിഷനിൽ ഇന്ത്യയോടൊപ്പം ISROയോടൊപ്പം പങ്കുചേരുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡനാണ്. പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം IRRI ആണ്. IRRI ഫിലിപ്പീൻസ്. IRRI ഫിലിപ്പീൻസ് പ്രമേഹ രോഗം കുറയ്ക്കാൻ കഴിയും എന്ന് കരുതുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് IRRI ഫിലിപ്പീൻസ് ആണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഉത്തരം ഹേഗ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രത്യേകത എന്താ? ലോകത്തിൽ തീർന്നു പോകും. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് ഹേഗ്. അതുപോലെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? റുവാണ്ട എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിയുന്ന പുതിയ ഇനം അരി വികസിപ്പിച്ചത് IRRI ആണ്, ഫിലിപ്പീൻസ്. ഫോസിൽ ഇന്ധനങ്ങളുടെ പരസ്യം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് ഹേഗ്. അതുപോലെ മാർബർഗ് വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് റുവാണ്ട എന്ന് പറയുന്ന രാജ്യം. റുവാണ്ട. ഇനി അടുത്തത് വേൾഡ് എയർ ക്വാളിറ്റി, അതായത് എയർ ക്വാളിറ്റി, വായുവിൻ്റെ ക്വാളിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം 2023 വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യം ബംഗ്ലാദേശ്.
വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം വളരെ രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാണ്. അതേപോലെ US-ലെ കാലിഫോർണിയയിലുള്ള സ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറഞ്ഞേ? സ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,200 അടി ഉയരമുള്ള ഒരു പർവ്വതം കണ്ടെത്തിയത് ഏത് സമുദ്രത്തിലാണ്? ഉത്തരം പസഫിക് സമുദ്രത്തിലാണ്. അപ്പൊ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 12,000 അടി ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. നമ്മുടെ സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റിയുടെ പേരാണ് ദ ലൈൻ. അപ്പോ സൗദി അറേബ്യയിൽ ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി ഒരുങ്ങുകയാണ്. അതിന്റെ പേരാണ് ദ ലൈൻ. എൻ്റെ പൊന്നുപിള്ളേരെ ശ്രദ്ധിച്ച് കേൾക്കണം. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാമത് ബംഗ്ലാദേശ് ആണ്. എന്നാൽ US-ലെ കാലിഫോർണിയയിലുള്ള സ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 10,200 അടി ഉയരമുള്ള പർവ്വതം കണ്ടെത്തിയ സമുദ്രമാണ് പസഫിക്. സൗദി അറേബ്യയിൽ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റിയുടെ പേരാണ് ദ ലൈൻ. കേൾക്കണം. ഓക്കെ. ഏഷ്യൻ സമുദ്രമേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഡെലാവെയർ, US നഗരം. ശ്രദ്ധിച്ച് കേൾക്കണം. ഏഷ്യൻ സമുദ്രമേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ക്വാഡ് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അമേരിക്കയുണ്ട് അല്ലേ, അതിനകത്ത് ജപ്പാനുണ്ട്, നമ്മുടെ ഇന്ത്യയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡെലാവെയർ, ആ US നഗരമാണ് ഡെലാവെയർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഷാരോൺ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഷാരോൺ. 2024 ഒക്ടോബറിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ട്രക്കോമ എന്ന് പറയുന്ന കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന രോഗമായ ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്തു. ഈ ലോകത്ത് നിന്നും ആ രാജ്യത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏത് രാജ്യത്ത് നിന്നാണ്? ഉത്തരം ഇന്ത്യ. 2024 ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ. അപ്പോൾ ഏഷ്യൻ സമുദ്രമേഖലയിൽ സുരക്ഷാ സഹകരണത്തിനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ച ക്വാഡ് ഉച്ചകോടിക്ക് വേദിയായ അമേരിക്കയിലെ നഗരമാണ് ഡെലാവെയർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഷാരോൺ. എന്നാൽ 2024 ഒക്ടോബറിൽ ലോക ആരോഗ്യ സംഘടന ട്രക്കോമ നിർമ്മാർജ്ജനം ചെയ്ത രാജ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ത്യയാണ്. വളരെ പ്രധാനപ്പെട്ട വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ട ഒരു നല്ല മേഖലയാണ് നൊബേൽ സമ്മാനം. കറണ്ട് ഇയർ, പ്രീവിയസ് 2 ഇയർ നൊബേൽ സമ്മാനങ്ങൾ നമ്മൾ വൃത്തിയായി പഠിച്ചിട്ട് പോകണം. നൊബേൽ സമ്മാനങ്ങൾ 1901 നൽകി തുടങ്ങുന്നത്. നൽകി തുടങ്ങുമ്പോൾ 5 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം കൊടുത്തിരുന്നതെങ്കിൽ 1969 എക്കണോമിക്സിനും കൂടി നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങുന്നു എന്നത് മനസ്സിലാക്കുക. അങ്ങനെ നിലവിൽ 6 വിഷയങ്ങൾക്കാണ് ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. സ്വീഡൻ എന്ന രാജ്യമാണ് നൊബേൽ സമ്മാനം സമ്മാനിക്കുന്നത്. ആൽഫ്രഡ് നൊബേൽ എന്ന ഡൈനാമൈറ്റ് കണ്ടുപിടിച്ച വ്യക്തിയുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന ഒന്നാണ് നൊബേൽ സമ്മാനം. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജേതാക്കൾ വിക്ടർ അംബ്രോസും, രണ്ടാമത് ഗാരി
റൂക്കൻ എന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ വിക്ടർ ആംബ്രോസും ഗാരി റൂക്കനും ചേർന്നാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്. എന്നാൽ ഫിസിക്സിന്റെ നൊബേൽ സമ്മാനം നേടിയത് ജോൺ ഹോപ്ഫീൽഡും അതേപോലെ ജെഫ്രി ഹിൻഡണും ആണ്. ജോൺ ഹോപ്ഫീൽഡും അതേപോലെ ജെഫ്രി ഹിൻഡണും ആണ് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. ശ്രദ്ധിക്കേണ്ടത്, ദേശീയ ബഹിരാകാശ പാനൽ അനുമതി നൽകിയ ഇന്ത്യയുടെ 5ാമത്തെ ചാന്ദ്ര ദൗത്യം, ചന്ദ്രനിലേക്ക് ഭൂമിയെ കറങ്ങുന്ന ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് എത്താനുള്ള ചാന്ദ്ര ദൗത്യം, 5ാമത്തെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ഇന്ത്യയുടെ 5ാമത്തെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരാണ് ലൂപെക്സ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ് ലൂപെക്സ്. അടുത്തിടെയായി ദേശീയ ബഹിരാകാശ പാനൽ അനുമതി നൽകപ്പെട്ടു. എന്തോന്ന്? ഇന്ത്യയുടെ 5ാമത്തെ ചാന്ദ്ര ദൗത്യത്തിന്. അതിന്റെ പേരാണ് ലൂപെക്സ് എന്ന്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുന്നു. 2024 ഒക്ടോബറിൽ യാർസ് ആണവ മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. 2024 ഒക്ടോബറിൽ യാർസ് ആണവ മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. 2024 ഒക്ടോബറിൽ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം ഏതാണ്? 2024 ഒക്ടോബറിൽ മലേറിയ ആ രാജ്യത്ത് ആർക്കും ഇല്ല. ആ രാജ്യത്ത് നിന്ന് മലേറിയ തുടച്ചു നീക്കപ്പെട്ടു. ഈജിപ്തിൽ 2024 ഒക്ടോബറിൽ പ്രഖ്യാപിക്കപ്പെടുന്നു അവിടെ ആർക്കും മലേറിയ ഇല്ല എന്ന്. 2024 ഒക്ടോബറിൽ IQ എയർ പുറത്തുവിട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണമുള്ള നഗരം ഏതാണ്? 2024 ഒക്ടോബറിൽ IQ എയർ പുറത്തുവിട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരമാണ് ലാഹോർ. പാകിസ്ഥാനിലെ ലാഹോറിലാണ്. 2023 അങ്ങനെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശാണ്. ഓക്കെ, ഇത് 2024 ഒക്ടോബറിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി സിംഗപ്പൂരാണ്. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി സിംഗപ്പൂര്. പ്രഥമ എന്ന് വെച്ചാൽ ആദ്യത്തെ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 1ാം സ്ഥാനത്ത് ഉള്ള രാജ്യമാണ് ലക്സംബർഗ്. എന്താ പറഞ്ഞത്? പ്രഥമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ലക്സംബർഗ്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. അപ്പോ പ്രഥമ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 1ാം സ്ഥാനത്ത് ലക്സംബർഗ്, എന്നാൽ 176ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നതുകൂടി ഓർക്കണം. 2024 ഏഷ്യ ക്ലീൻ എനർജി ഉച്ചകോടിയുടെ വേദി സിംഗപ്പൂരാണ്. ഓക്കെ, ഇനി കേൾക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദിയാണ് കൊളംബിയ. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദിയാണ് കൊളംബിയ. അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി കൊളംബിയ. ഇതുവരെ മലേറിയ വിമുക്തമാക്കിയ രാജ്യങ്ങളുടെ എണ്ണം 44. മലേറിയ വിമുക്ത രാജ്യങ്ങളുടെ എണ്ണം നിലവിൽ 44. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച ദൗത്യമാണ് പ്രോബ് 3. കൃത്രിമമായി സൂര്യഗ്രഹണത്തെ സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച ദൗത്യമാണ് പ്രോബ് 3. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി കൊളംബിയ എന്ന രാജ്യമാണ്. എന്നാൽ ഇതുവരെ മലേറിയ വിമുക്തമാക്കപ്പെട്ട രാജ്യങ്ങളുടെ എണ്ണം 44.
കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി വിക്ഷേപിച്ച ദൗത്യമാണ് പ്രോബ് 3. ക്ലിയർ ആണ്. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് ബാക്കു. എന്താണ് ബാക്കു? 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് ബാക്കു. 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് നവംബർ 16. 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് നവംബർ 16. ഹൈപ്പർസോണിക് മിസൈല് വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. അപ്പോ ഹൈപ്പർസോണിക് മിസൈല് എന്താ പറഞ്ഞത്? ഹൈപ്പർസോണിക് മിസൈല് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബാക്കു. 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് നവംബർ 16. അപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേരാണ് തൃഷ്ണ. എന്താണ്? തൃഷ്ണ. കൃഷ്ണ എന്നല്ല, തൃഷ്ണ എന്നാണ്. ISROയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഉപഗ്രഹത്തിന് കൊടുത്തിട്ടുള്ള പേരെന്താ? തൃഷ്ണ എന്നാണ്. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹയായ 16കാരിയുടെ പേരാണ് കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ, അതായത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത, അതായത് 16കാരി കാമ്യ കാർത്തികേയൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിന്റെ 2024 സ്പേസ് അവാർഡ് നേടിയ അപ്പോൾ സ്പേസ് അവാർഡ് നേടിയ കർഷകയാര്? ഉത്തരം സ്വപ്ന എന്നാണ്. സ്വപ്ന കല്ലിങ്ങൽ എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചിന്റെ 2024 സ്പേസ് അവാർഡ് നേടിയ കർഷകയാരെന്ന് ചോദിച്ചാൽ ഉത്തരം സ്വപ്ന കല്ലിങ്ങൽ. സ്വപ്ന കല്ലിങ്ങൽ ആണ് എന്ന് ഉത്തരം പറയണം. ഏഷ്യയിലെ കഴുകന്മാർക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശിലാണ്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. ഈ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയാകുന്ന ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് മാരിച്ച്. ഒന്നുകൂടെ പറയാം. കപ്പലുകളെയും അതുപോലെ തന്നെ ഈ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന അന്തർവാഹിനികൾ, സബ്മറൈൻസ്, അവർക്കൊക്കെ ഭീഷണിയാകുന്ന ബോംബുകളുണ്ട്. അതിനെയൊക്കെ നിർവീര്യമാക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനമാണ് മാരിച്ച്. മാരിച്ച് വികസിപ്പിച്ചെടുത്തത് നമ്മുടെ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ്. കേരളത്തിന്റെ ഗവൺമെന്റ് സ്ഥാപനമായ കെൽട്രോൺ ആണ് ഈ മാരിജിനെ എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തെടുത്തത്. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ലോകത്തിലെ ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടിയുള്ള സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി പറയാൻ പോകുന്നത് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസിന് സമാനമായ നിപ വൈറസ് രോഗവ്യാപന ശേഷി ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നിപ വൈറസ് പോലിരിക്കും, എന്നാൽ രോഗവ്യാപന ശേഷിയില്ല. അപ്പോൾ അതായത് നിപ വൈറസിന് സമാനമായ കണങ്ങളെ പരീക്ഷണ ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. നിപ വൈറസിന്റെ നല്ല ഭാഗത്തെ, അതായത് നിപ വൈറസിന്റെ അതുകൊണ്ടുള്ള മെരിറ്റുകളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് എന്നാൽ രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസിന് സമാനമായ കണങ്ങളെ പരീക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആണ്. അപ്പൊ നിപ വൈറസ് ആണോ എന്ന് ചോദിച്ചാൽ നിപ വൈറസ് പോലിരിക്കും, പക്ഷേ രോഗവ്യാപന ശേഷിയില്ല. പക്ഷെ അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ വികസിപ്പിച്ചെടുത്തത്. ഓക്കെ. നീല നിറത്തിലുള്ള ഉറുമ്പിനെ 2024 ജൂണിൽ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഏത് പ്രദേശത്തു നിന്നാണ് കണ്ടെത്തിയത്? ഉത്തരം അരുണാചൽ പ്രദേശ്.
നീല നിറത്തിലുള്ള ഉറുമ്പ്. ശ്രദ്ധിക്കുക, നീല നിറത്തിലുള്ള ഉറുമ്പിനെ 2024 ജൂണിൽ ഗവേഷകർ കണ്ടെത്തിയത് ഏത് പ്രദേശത്തു നിന്നാണ്? ഉത്തരം അരുണാചൽ പ്രദേശിൽ നിന്നാണ്. രാജ്യത്തെ വന്യജീവികളുടെ സമ്പൂർണമായ ലിസ്റ്റ്. നമ്മുടെ രാജ്യത്ത് എത്ര വന്യജീവികളുണ്ട്, എത്ര എണ്ണമുണ്ട്, ഇതെല്ലാം നമ്മൾ കൃത്യമായി എണ്ണി വെച്ചിട്ടുണ്ട്. ആ രാജ്യം ഇന്ത്യയാണ്. രാജ്യത്തെ വന്യജീവികളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഇന്ത്യയാണ്. ഇനി അരുണാചൽ പ്രദേശിലെ ടെയിൽ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അപ്പോൾ ശ്രദ്ധിക്കണം, അരുണാചൽ പ്രദേശിലെ ടെയിൽ എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിൽ നമ്മുടെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവിടെ ഒരു തവളയെ കണ്ടെത്തി, കൊമ്പുള്ള തവള. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം, സിനോഫ്രിസ് അബദാനി. ശ്രദ്ധിച്ച് കേൾക്കണം, അരുണാചൽ പ്രദേശിലെ ടെയിൽ എന്ന വന്യജീവി സങ്കേതത്തിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ കണ്ടെത്തിയ കൊമ്പുള്ള തവളയുടെ പേരെന്താണ്? സിനോഫ്രിസ് അബദാനി എന്നാണ്. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹെൽപ്പ് ലൈനിന്റെ പേരാണ് മാനസ്. MANAS. മാനസ് എന്നോ മനസ്സെന്നൊക്കെ പറയാം, മാനസ് എന്ന് നമുക്ക് പറയാം. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹെൽപ്പ് ലൈനിന്റെ പേരാണ് മാനസ്. ഇനി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച യുവിൻ എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച യുവിൻ പോർട്ടലിന്റെ ലക്ഷ്യം എന്താണ്? വാക്സിനേഷന്റെ മേൽനോട്ടം. ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച യുവിൻ പോർട്ടലിന്റെ ലക്ഷ്യം എന്താണ്? വാക്സിനേഷന്റെ മേൽനോട്ടം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെറുകിട എന്ന് വെച്ചാൽ വളരെ സ്മോൾ സ്കെയിലിലുള്ള ചെറുകിട ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച്. ഇപ്പം നമുക്ക് സാധാരണ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം ഹ്യൂജ് പ്രൊഡക്ഷൻ ഓഫ് എനർജിയാണ്. ഇവിടെ അത്രയില്ല, ചെറിയ പ്രൊഡക്ഷൻ ഓഫ് എനർജി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഊർജോൽപാദനം നടക്കാൻ ലക്ഷ്യമിട്ട് 2024 ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അതിശക്തമായ ആണവമല്ലാത്ത ന്യൂക്ലിയർ അല്ലാത്ത സ്ഫോടക വസ്തുവിൻ്റെ പേരാണ് സെബക്സ് 2. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത അതിശക്തമായ ആണവേതരം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ അല്ലാത്ത സ്ഫോടക വസ്തുവാണ് സെബക്സ് 2. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, പരിസ്ഥിതി എക്കോ ഫ്രണ്ട്ലി സെക്രട്ടേറിയറ്റ് ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. അപ്പോൾ ചെറുകിട ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഊർജോൽപാദനം ലക്ഷ്യമിട്ട് 2024 ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അതിശക്തമായ ആണവം അല്ലാത്ത ആറ്റം ഉപയോഗിക്കാത്ത സ്ഫോടക വസ്തുവാണ് സെബക്സ് 2. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ആണ് അസമിലുള്ളത്. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെ തോന്നി? നിങ്ങൾക്കിത് എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയർ ഇഷ്ടപ്പെട്ടോ? ഇനി ഒരു പാർട്ടും കൂടെ നമ്മൾ ചെയ്താൽ നിങ്ങൾ താങ്ങുമോ? എങ്കിൽ നാളെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഒരു മറുപടി എനിക്ക് വേണം, ഇവിടെ കമൻറ്റ് ബോക്സിൽ വേണം. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ അത് എന്തായാലും കമൻ്റായി ഇടണം. അങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു പാർട്ടും കൂടെ ചെയ്യാൻ ഒരു 50-60 കറണ്ട് അഫെയർ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്, നാളെയും അതുപോലെ കിട്ടും. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാമിൻ്റെ ഭാഗമാകുക. ഈ നോട്ടെല്ലാം അവിടെ കിട്ടും. നോട്ട് എഴുതാൻ നിൽക്കണ്ട, നമുക്ക് നോട്ടെല്ലാം അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.